കൂടോത്രം അതൊക്കെ അവരെ കാര്യം, ഞാനതിൽ നിന്നും പറയാനുള്ള കാര്യം. കൂടോത്രത്തോടുള്ള എൻ്റെ നിലപാട് എന്താണെന്നാണ് നിങ്ങൾ ചോദിച്ചത്. അതിനോടുള്ള പ്രതികരണമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നില്ല. പൂർണ്ണ അസംബന്ധമായ അന്ധവിശ്വാസ ജടിലമായ ഒന്നാണ് കൂടോത്രം. ഈ കൂടോത്രക്കാരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ കൂടോത്രം പരസ്യപ്പെടുത്തിയത്. അല്ലാണ്ട് വെറുതെ പരസ്യപ്പെടില്ല. ഇവരെല്ലാം കൂടി ചേർന്നിട്ട് തന്നെയാണ് കൂടോത്രം പരസ്യമായി വന്നത്. ഇടതുപക്ഷം ഭരിച്ച സംസ്ഥാനം എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. ഫ്യൂഡൽ ജീർണതയുടെ മേലെ മുതലാളിത്തം കെട്ടിപ്പടുത്തിയ രാജ്യമാണ് ഇന്ത്യ. ഫ്യൂഡൽ ജീർണതയുടെ മേലെ മുതലാളിത്തം കെട്ടിപ്പൊക്കിയ രാജ്യമാണ് ഇന്ത്യ. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമായത്. തികച്ചും അന്ധവിശ്വാസ ജടിലമായ കാര്യങ്ങളാണ്. ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വേണം എന്ന് പറയുന്ന രാജ്യം ഇത്. നല്ല ഭൂരിപക്ഷമുള്ള സന്ദർഭത്തിലും അല്ലാത്ത സന്ദർഭത്തിലും ഒക്കെ അവർ പറഞ്ഞത് തന്നെയാണ്. മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഭരണഘടന വേണം. ഈ ഭരണഘടന വേണ്ട. അത് ചാതുർവർണ്ണ വ്യവസ്ഥയാണ്. അങ്ങനെ പറയാൻ പോലും കഴിയുന്ന, ചാതുർവർണ്ണ അറിയാലോ, അങ്ങനെ പോലും പറയാൻ സാധിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉള്ളത്. അത് നമ്മൾ കാണണം. നല്ല സയൻസ്, ശാസ്ത്രം, യുക്തിബോധം എല്ലാം വളർത്തിയെടുക്കണം കേരളത്തിൽ. അതിന് ഈ മാധ്യമങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മിക്കവാറും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അന്ധവിശ്വാസത്തിന് അനുകൂലമായ നിലപാടാണല്ലോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും വലിയ വാർത്തയെ വേണ്ട വാർത്തയിൽ അതൊന്നും കാര്യമായിട്ട് വന്നില്ലല്ലോ. പല പത്രത്തിലും വന്നോ? ചിലതിൽ വന്നു, ചിലതിൽ വളരെ ചെറിയ രീതി, വളരെ അപ്രധാനമായ രീതിയിലാണ് അത് കൊടുത്തത്. അതുകൊണ്ട് പ്രാധാന്യത്തോട് കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. സംഭവം വളരെ വളരെ അപമാനകരമാണ് കേരളത്തിന്. അല്ല, സംഘടനാപരമായ രീതിയിലല്ലേ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. ഫേസ്ബുക്കിൽ അവതരിപ്പിക്കുന്നതിനെന്താ ഇപ്പോൾ ഇത്തരം പരസ്യം പറഞ്ഞതില്ല. ഇതിലും ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റി പരസ്യം പറഞ്ഞ കാര്യമില്ല. ഇതെല്ലാം അതല്ലേ ഐസൊക്കും പറഞ്ഞത്. അതിൽ രഹസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല അതിൻ്റെ ഉപകരിച്ച്. അത് നിങ്ങളുണ്ടാക്കിയ വാർത്തയല്ലേ? എന്നോടായിരുന്നു വെച്ച് അത് പ്രസംഗിച്ചതാന്ന് പറഞ്ഞാൽ നിങ്ങളുണ്ടാക്കിയ ഒരു പദം. അത് എനിക്കറിയില്ല. അത് നല്ല പഠിച്ചു നോക്കും. അത് എനിക്കറിയില്ല. ഞങ്ങൾ അങ്ങനെ ഒരു പദം ഉപയോഗിച്ചിട്ടുമില്ല കേട്ടാ. ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ റിവ്യൂ റിപ്പോർട്ടിൽ പൂതലിച്ച എന്നൊരു പദം ഉപയോഗിച്ചിട്ടേ ഇല്ല.